അപ്പൊ നമ്മുടെ അടുക്കളയിൽ വീണ്ടും ആളായിട്ടോ. കുറച്ച് ദിവസം എല്ലാവരും പോയിരുന്നു. വീണ്ടും ഒരാൾ ആദ്യം വന്നു, ഒരാൾ പിന്നെ വന്നു. അപ്പൊ എല്ലാവരും ആയി. ഒരാൾ പാൽച്ചായ കുടിക്കും. നോക്കിയേ എന്താണ് എല്ലായിടത്തും മഴ. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. മഴ ഇടയ്ക്കൊന്ന് വിട്ട് നിന്നേന്നു, പിന്നെ അതുപോലെ വീണ്ടും മഴ. അപ്പോൾ അമ്മ ഇതാക്കണേ, ഞങ്ങള് ഉച്ചയ്ക്കാണ് കിടന്നാണ്. അമ്മ അപ്പം നീച്ചിട്ടില്ല. അപ്പം ചായയുടെ സമയമായിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നീക്കാനുള്ള ഒരുക്കാണ്. ഉറങ്ങുന്നല്ല കേട്ടോ, ഉണർന്നിട്ടുണ്ട്. ഇന്നൊക്കെ അത്യാവശ്യം നല്ല ക്ഷീണമുള്ള ദിവസമാണ്. കീമോ കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഇന്ന് നമ്മളെ പാലിയേറ്റീവിൽ വന്നിട്ട് നമ്മളെ കൗണ്ടിനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞ കീമോക്കും കൊടുത്തിരുന്നു ഒന്ന്. അങ്ങനെ ഇന്നൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. ഇന്ന് കുറേ ആൾക്കാർ ഞങ്ങൾ മഞ്ചേരി പോയിരുന്നു. മഞ്ചേരിയിൽ നിന്ന് കുറേ ആൾക്കാർ കണ്ടിരുന്നു. എല്ലാവരും അമ്മേൻ്റെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് ഇതിനൊക്കെ വന്നിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. അമ്മയോട് പറയാനും പറഞ്ഞിരുന്നു. അപ്പോൾ അതാ അമ്മ കീമോ കഴിഞ്ഞ ക്ഷീണാവും. ഒരു ദിവസം എല്ലാവരും ചെറുക്കി കണ്ടല്ലോ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങണം. കീമോ കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാരും ഉണ്ടാകുമ്പോ നമ്മൾ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ വമ്പം പരിപാടിയൊക്കെയാണ്. പൂളുണ്ടാക്കുമ്പോൾ രാത്രിക്ക് ചോറ് തിന്നണവരുണ്ട്, തിന്നാത്തവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇപ്പം എല്ലാവരും അങ്ങോട്ട് കൂട്ടത്. എന്താ പറയുക, പൂള നമുക്ക് വീണ്ടും പറമ്പ പൂള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ചിക്കനും കൂടി കൂട്ടിയിട്ട് വെക്കലുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കാൻ പോകണുണ്ടോ. പൂള ബിരിയാണി പറഞ്ഞ തന്നെയാണ്. പൂള ബിരിയാണി മുണ്ടിയത് തന്നെയാണ്. മുണ്ടാൻ കുറച്ച് പ്രയാസം. ആരെങ്കിലും ഉണ്ടാക്കോളേ. അത് സന്ധ്യച്ച് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കൂട്ടോ. നല്ല ഞങ്ങളടുത്ത് കൂട്ടത്തിൽ സന്ധ്യച്ച് നല്ലപോലെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പൊ പറഞ്ഞു അതടി അന്ന് കുട്ടികളാണ്. ഇടയ്ക്കൊക്കെ അല്ല ഒരു വേണ്ടാണ് പെണ്ണിയെ അത് ഇതാണ് അത് കൊണ്ടുണ്ട്. അപ്പോൾ ചിക്കന് ഇതാ കൊണ്ടുവന്ന് വെച്ച് വെട്ടിയൊക്കെ പാകത്തെ കഷ്ണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തൂവലൊക്കെ ഉണ്ടോ നോക്കി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൂള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിത് കഴിഞ്ഞ കുറേ വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഉണ്ടാക്കിയില്ല. അപ്പോൾ പൂള ബിരിയാണി അറിയുമ്പോൾ ഇതാണ് പൂള ബിരിയാണി. ഇത് പൂളക്കൂട്ടാന്നല്ലേ ചിക്കൻ. ഞായറാഴ്ച എല്ലാരും ഉണ്ടാകുമ്പോ രസമല്ലേ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി തിന്നാൻ. സന്ധ്യച്ചിയാണിത് പൂളയും ചിക്കനും പറഞ്ഞു. അപ്പൊ എന്നാ ആയിക്കോട്ടെ വിചാരിച്ചു. പൂളൊക്കെ ദൈവേ ഇന്നോട് പറഞ്ഞപ്പോ വേണ്ടാന്ന്. ആണോ എന്നിട്ടിപ്പോ വേണോ? ഞാൻ പിന്നെ ചോദിക്കാറൊന്നിനും ചോദിച്ചു. അല്ല കുറച്ച് നേരത്തെ ചായന്റെ അത്ര പറഞ്ഞപ്പോ അമ്മയ്ക്ക് ആയിട്ടില്ല പറഞ്ഞു. അപ്പൊ ഉണ്ടാക്കി ഞാനവിടെ വെച്ചു. പൂള വേവിച്ച് നമ്മള് ഉടയ്ക്കണം അല്ലേ. അപ്പോഴേക്കും നമ്മള് എന്റെ പേരും പറഞ്ഞാൽ നിങ്ങൾക്കും നല്ല നടിച്ച് മാറാലോ. എന്റെ കുറ്റവും പറയല്ലേ. അല്ലട്ടാ നമ്മളിപ്പോ ഉണ്ടാക്കലില്ലല്ലോ അങ്ങനെയൊന്നും. ഞങ്ങള് ചിക്കൻ നാൾ വാങ്ങി ഇതേപോലെ നമ്മള് മരുന്ന് വെച്ചില്ലേ, കുരുമുളകൊക്കെ ഇട്ട് വെച്ചു. പിന്നെ അമ്മയ്ക്ക് ഒരട്ടം വറ്റിച്ച് കൊടുത്തു. കുരുമുളകും അങ്ങനെ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് ചെറുള്ളി എടുത്തിട്ട് വേവിച്ച് വറ്റിച്ച് കൊടുത്തു കേട്ടോ. അല്ലാതെ പിന്നെ അങ്ങനെ കുറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ പേര് എന്റെ ഒരു കാരണം പറയാൻ എടുത്തു. പാറൂന് ഇന്നലത്തെ അല്ലേ അവിടെ കവറിൽ കുറച്ച് മതി. വേവട്ടെ, നല്ല വേവ്, ഒരു 3/4 ഭാഗം വേവാക്കിയാൽ അതിന്റെ ഊറ്റിട്ട് വെള്ളം ഇങ്ങനെ പൊടിയാക്കുക. എരിവിന് പച്ചമുളക് ഇടുകയില്ലേ, പിന്നെ പങ്കിയോ പച്ചമുളക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടും. ഇവിടെ ഇന്നുവിന്റെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പൊടിയാക്കും. മഞ്ഞപ്പൊടി പച്ചമുളക് ഇട്ടിട്ടേ ഉള്ളി തക്കാളി മാറ്റിയാണ് ചിക്കൻ വെച്ചിട്ട് പിന്നെ കപ്പ ബിരിയാണി ആക്കൂല. അവസാനല്ലേ കപ്പ ബിരിയാണി ആക്കുക. നമ്മളെ കറുത്തി കിട്ടിയിട്ട് കേട്ടോ.
നാലല്ല ഒന്ന് 5 എണ്ണം പറിക്കാൻ പറ്റാതെ. പക്ഷെ നല്ലൊരു ഇത് ഇല്ലല്ലേ, മഴ ഇട്ടാ തോന്നുന്നു കേട്ടോ. നോക്കി ഇത് കാണുമ്പോ തന്നെ അറിയില്ല ഇതിന്റെ സൈഡൊക്കെ റെഡ് ലേഡി നല്ല രസമുണ്ടായിരുന്നു. നമ്മള് വാങ്ങിയതല്ലേ. അമ്മക്ക് കഴിഞ്ഞൊന്ന് അവിടുന്ന് പോരുമ്പോ പഠിച്ചു. ഹോമിയോ ഡോക്ടർ അന്ന് വാങ്ങിയതോ എന്നെ കാണിക്കാൻ പോയി. അതിലുണ്ടോ? എല്ലാരും പൈസ കൊടുത്തല്ലേ ഇതൊക്കെ വാങ്ങല്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ കറുത്ത ഉപ്പേരി വെച്ചിട്ട്. ഇത് ഇങ്ങനത്തെ ഇത് റെഡ് ലേഡിയാണ്. ഇത് മഴയാണ് ഇപ്പൊ അതിന്റെ ഉമ്മാക്ക് പച്ച കീമോ കഴിഞ്ഞാണ്ട് പച്ച ജ്യൂസ് അടിച്ചാണ്ട് കൊടുക്കുക. ആ കൗണ്ടിങ് ഉള്ളതല്ലോ. ക്യാൻസറിന്റെ അണുക്കള് പറ്റ പോകുന്നു. പച്ച ജ്യൂസ് അടിച്ചാണ്ട് കുടിക്കുക അങ്ങനെ പറഞ്ഞു. അപ്പൊ അതാ നമ്മള് പൂളതാ ഒരു വിധം ഒരു പകുതി മുക്കാല് വേവായപ്പോ പറ്റുള്ളൂ. പൂള വെള്ളത്തിൽ നിന്ന് ഊറ്റിക്കണം. ഉപ്പിട്ട് വേവിച്ച പൂളയാണ്. അപ്പൊ അത് ഊറ്റി എടുത്തിട്ട് വേണം ആ ചിക്കൻ എന്നുള്ള പരിപാടി. കഴുകണം. അപ്പൊ ഇതാ അരിഞ്ഞു വെച്ചതാണ് ഉള്ളി തക്കാളി. ഇത് നമ്മൾ സാധാ ചിക്കൻ വെക്കും പോലെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെയും പറയാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിക്കാവും വെക്കല്. ഞങ്ങൾ ഇങ്ങനെയാണ് പൂള ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കലും തിന്നലൊക്കെ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ. ഇത് വരുന്നത് ഇങ്ങനത്തെ നെയ്ക്കുക, ഇതേപോലെ നെയ്ക്കുക. അപ്പൊ നടുവത്താണ്. നടുവത്ത് രണ്ടാളും നാടും നടുവത്താണ്. വാടിയുണ്ട് കേട്ടോ. ഞങ്ങള് തക്കാളി ഇത് കേട്ടോ. ഉപ്പ് ഞാൻ ഈ ഉള്ളിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ തക്കാളി ഒന്ന് ഇതാവട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കിയതാട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാട്ടോ. അത് കേട്ടോ. കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പില്ലേ ഷിജിയെ? മല്ലിച്ചപ്പ് ഉണ്ട്. എന്താണ് ഗ്രേവി ഉണ്ടല്ലോ, നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മല്ലിപ്പൊടി ഇല്ല കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് പോരെ, മല്ലിപ്പൊടി ആർക്കും വലിയ ഇഷ്ടമല്ലല്ലോ. പിന്നെ അടുത്തത് മുളകും പൊടി. പിന്നെ അത് വറുത്താണ്ട് പൊടിച്ച മുളകും പൊടിയാണല്ലേ. പിന്നെ അത് നല്ലൊന്നും ഇതിൽ നിൽക്കണ്ട വറുത്തല്ലേ, വെളിച്ചെണ്ണയിൽ ഇട്ടുണ്ട്. അപ്പൊ എരിവിന് എന്തൊക്കെയാണെന്ന് അറിയോ? പച്ചമുളക് ഉണ്ട്. അപ്പൊ കുറച്ചിട്ട് അമ്മയ്ക്ക് കൂടും. കുരുമുളക് ചേർക്കുന്നുണ്ട്, ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. എരിവുകൾ 4 ഇതാണ്. അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് എല്ലാം കൂടി വേണ്ട. നിങ്ങൾ ഉച്ചയ്ക്കുള്ള കറികളെ നോക്കത് ആക്കമാന്തൽ വറുത്തതാണിത്. പിന്നെ അതേപോലെയൊക്കെ മത്തൻ്റെ കേട്ടോ. അപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നും കാണിച്ചിട്ടില്ല. എനിക്കിത് കാണിച്ചു തരാണ്ട് ഇതാണില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. പച്ചമുളക് കീറിട്ടിട്ട് വെളിച്ചെണ്ണ കഞ്ഞിവെള്ളം വെച്ചിട്ട് മത്തൻ്റെ എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചതാണ്. അപ്പം മസാലകളൊക്കെ ഒരുവിധം നമ്മളാക്കി ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. മഞ്ഞളുടെ പൊടി ഇട്ടില്ലേ? ഇട്ടു. മഞ്ഞൾ കുറവാണല്ലോ. എലി നന്നായി എല്ലാ പൊടികളും ഇട്ട് നന്നായി മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും എല്ലാ മസാലകളൊക്കെ നല്ലോണം തരുന്നുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം. ഇനി കുറച്ച് നേരം കിടന്ന് വേവട്ടെ കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് പൂളൊക്കെ ഇട്ട് പാകാക്കി എടുക്കാം. അമ്മയ്ക്കും കൊടുക്കണ്ടേ നമുക്ക്. അപ്പോൾ മസാലയൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടില്ല. കുരുമുളക് അമ്മ പറഞ്ഞ് കുറച്ച് ഇട്ടതാണ്. അപ്പോൾ ചിക്കൻ മസാല നമുക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ കുരുമുളക് കുറച്ച് ഇടരുത് കേട്ടോ. കുറച്ച് ഇട്ടാൽ മതിയില്ലേ? കുറച്ചൊന്നും. അപ്പോൾ ലാസ്റ്റ് കുരുമുളക് ഇട്ടു. പിന്നെ നമുക്ക് ഞാൻ പൂള ഒന്ന് പൊടിയാക്കണം. നമ്മൾ പൂളൊക്കെ കുത്തി എടുക്കണം. അത്ര നല്ല വേവുള്ള പൂളല്ല. അങ്ങനെ ഒരു ചിലത് അതിന് ഇതിങ്ങനെ ചട്ടുക കൊണ്ട് കുത്തിരിച്ച് കയ്യിലെ കൊണ്ടല്ല കുത്തി ചട്ട്. അതിപ്പോൾ അവിടെ ഈ മലയിൽ മറ്റേ പൂള 10 പൂളല്ലേ? 10 പൂള പറഞ്ഞത് ആ മല നട്ട് പൂളേന്നു. ഇത് പൂളക്കൊമ്പും എടുക്കാൻ പറയും. അതിൻ്റെ പൂളയും കൊണ്ടുപോയിക്കോളാൻ പറയും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിയ ചെയ്യാം. അരിഞ്ഞിട്ട് വേവിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണക്കമുളകും കരിയേപ്പിൻ്റെ വെളിച്ചെണ്ണയിൽ എന്നിട്ട് അങ്ങനെ വറുത്തിട്ട് 4 മണിക്കായിട്ട് ഇങ്ങനെ കടിച്ചങ്ങനെ പറ്റൂല. അങ്ങനെ വേവാത്ത പൂളയല്ലേ 10 പൂള. അങ്ങനെ അതൊക്കെ അങ്ങനെ ആദ്യം ഉണ്ടാക്കല്. അപ്പം നമ്മളെ ചിക്കൻ റെഡിയാണ്. കഴിഞ്ഞ് ചിക്കൻ മസാല ഇടണം. അമ്മയ്ക്ക് കുറച്ച് കൂടി വെച്ചിട്ടാണ് ചിക്കൻ മസാല ഇടാൻ. കുരുമുളകിൻ്റെ പൊടി അതിൽ ഇട്ടുള്ളൂ. നമുക്കിതിൽ കൂടി
ആസ്വദിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് ചിക്കനാണ് കേട്ടോ അത്. ഞാൻ പൂളൊക്കെ അങ്ങോട്ട് കോരിടാൻ പോവാണേ. എന്താണ് ബിരിയാണി? ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി ശരിക്കും അതിൻ്റെ ഉള്ളിലിടുക ചെയ്യുക. പൂള ബിരിയാണി എന്ന് പറയുമ്പോൾ പൂളയും ചിക്കനും മാത്രമുള്ള ഒരു സംഭവം, അരിയില്ലാതെ. അപ്പം അതാണ് ഇന്നാൾക്ക് ഗ്രേവി. അപ്പം ഇതാണ് ആൾക്കാർക്ക് നാളെ സംശയം വന്നത്, ഇതാണോ ബിരിയാണി ചോദിക്കണത്. എല്ലാവർക്കും ഒന്നും വേണ്ട, ചായ ആദ്യം ഉണ്ടാക്കി കുടിച്ചു. ഏത് ചിക്കൻ കഷ്ണം? ചിക്കൻ്റെ കഷ്ണം ചോദിക്കണേ. ചിക്കൻ്റെ അതിനാണ് ഇത്രയും വലിയ പ്ലേറ്റ്. ഇനി ഒരു പ്ലേറ്റ് കൂടി വേണോ? എനിക്ക് മാപ്പൂന്റെ പോലെ കുറച്ച് മതിയെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയും. അപ്പൊ എങ്ങനെയുണ്ട് കയ്യില് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയും. ആൾക്കാർ ഇഷ്ടമല്ലത് കഴിച്ചിട്ട് പറയും. ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമന്റ് ഇടണം കേട്ടോ. ഞങ്ങളിത് പൂള ബിരിയാണി പറഞ്ഞിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് പൂള ഇറച്ചി കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നേരം കുറേ വൈകിട്ടോ.